ശാന്തസുന്ദരമായ ഒരു പ്രഭാതത്തിലെ മഴ. ഇതിപ്പോൾ എൻ്റെ സിറ്റൗട്ടിൽ നിന്നുള്ള കാഴ്ച. ഇവിടെ പിന്നെ ടെറസാണ്. ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷം നോക്കൂ. ഇതെൻ്റെ സിറ്റൗട്ട്. ഇനി എൻ്റെ ഹാളിലേക്ക് ഞാൻ നോക്കാം. ഇവിടെ ജനലുകൾ കുറവാണ് കേട്ടോ. തൽക്കാലം നമുക്ക് ലൈറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ ഹാള്. സോ ഈ ഹാളിൽ ഞാൻ ഷീറ്റാണ്, സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് ഷീറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിശാലമായൊരു ഹാളാണ്. അപ്പോൾ ഈ ഹാളിൽ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സമാധാനമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മണ്ടയ്ക്ക് വെള്ളം വീണോണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ മഴയല്ലേ, അപ്പം നിങ്ങൾ വിചാരിക്കും മഴയല്ലേ, അപ്പം സ്വാഭാവികമായിട്ടും ഇവിടങ്ങളിൽ മറ്റുള്ള റൂമുകളിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ടൊക്കെ വരുമ്പം ഇവിടെയൊക്കെ ടെറസാണ്. ഇത് മോൻ്റെയും മോളുടെയും മുറിയാണ്. അപ്പോൾ ഇവിടെ ഇച്ചിരി സമാധാനമുണ്ട്. എൻ്റെ സിറ്റൗട്ട് സമാധാനമുണ്ട്. സ്വന്തം ഹാളിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ സിറ്റൗട്ടിൽ ഇറങ്ങി കിടക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്ന ഒരു നിർഭാഗ്യവാനായ ഒരു പൗരൻ്റെ അവസ്ഥയാണിത്. മഴ പെയ്യുമ്പം ഷീറ്റിൽ വെള്ളം വീഴുമ്പം സൗണ്ടൊക്കെ കേൾക്കും, സ്വാഭാവികം. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള സൗണ്ടാണ് നമുക്ക് സഹിക്കാൻ വെക്കാത്തത്. ഈ മഴവെള്ളം ഇതാണ് ഈ മരത്തിനകത്ത് നിൽക്കുന്നത്. വന്ന് വീണ് നമുക്കൊരുപാട് നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നഷ്ടത്തിൻ്റെ കണക്ക് പറയുകയല്ല. ഒരു മഴയത്ത് നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയാം. കാറ്റ് മഴയുള്ളപ്പോൾ ഈ മരത്തിൻ്റെ കീഴിൽ എങ്ങനെ എൻ്റെ കൊച്ചുങ്ങൾ വന്നിരിക്കും. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതേപോലെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് മാത്രം. ഇഷ്ടമുള്ളവർ ഷെയർ ചെയ്യുക. ലൈക്ക് അടിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഷെയർ ചെയ്യുക.